വായനയ്ക്ക് പ്രായമുണ്ടോ? അതെ, ബാലസാഹിത്യം വായിക്കേണ്ട പ്രായത്തിൽ ഖസാക്കിന്റെ ഇതിഹാസം വായിച്ചാൽ എങ്ങനെയിരിക്കും? ഈ ഒരു സമാന പരിതസ്ഥിതിയിൽ നിന്നുകൊണ്ട് ഖസാക്കിന്റെ ഇതിഹാസത്തെ ഒരു സാധാരണക്കാരന്റെ കണ്ണിലൂടെ നോക്കിക്കാണുകയും സമകാലിക സാമൂഹ്യ മാധ്യമ ജീവിതത്തിലെ പുസ്തക വായനയുടെ അഥവാ പുസ്തക ചർച്ചയുടെ കപട നാട്യങ്ങളെ വിമർശിക്കുകയും ചെയ്യുന്ന ഒരു പുസ്തകമാണ് ബിനോയ് തോമസിന്റെ പ്രോത്താസിന്റെ ഇതിഹാസം എന്നത്. പ്രോത്താസിന്റെ ഇതിഹാസം, നന എന്നീ 2 നോവലുകൾ അടങ്ങുന്ന ഈ ഗ്രന്ഥത്തിൽ ഒരു വിശുദ്ധ കുറ്റവാളിയെ അന്വേഷിച്ച് നല്ലവരുടെ നഗരത്തിലേക്ക് പോകുന്ന ഒരു പറ്റം പോലീസുകാരുടെ കഥയാണ് നന എന്ന നോവല പങ്കുവയ്ക്കുന്നത്. ഇനി പ്രോത്താസിന്റെ ഇതിഹാസത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, നമ്മുടെ എല്ലാ നാട്ടിൻപുറങ്ങളിൽ കാണപ്പെടുന്ന ഒരു സാധാരണക്കാരനായ രാഷ്ട്രീയ പ്രവർത്തകന്റെ കുപ്പായത്തിലൂടെയാണ് പ്രോസി എന്ന പ്രോത്താസിസിനെ ബിനോയ് തോമസ് അവതരിപ്പിക്കുന്നത്. കുടുംബസ്ഥനും അതുപോലെ തന്നെ നാട്ടിലെ പ്രധാന മധ്യസ്ഥനുമായിട്ടുള്ള പ്രോസി ഒരു പുസ്തക ചർച്ചയ്ക്ക് പോയതിനു ശേഷം ഉണ്ടാകുന്ന, അല്ലെങ്കിൽ അതിനുശേഷം അദ്ദേഹം തന്റെ സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങളാണ് ഇവിടെ പ്രതിപാദ്യ വിഷയം. കുടുംബം എന്ന വ്യവസ്ഥയിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ, കപട പുസ്തക പ്രേമികളുടെ വാക്കുകേട്ട് സ്വയം ശീലിക്കുന്ന പുത്തൻ ആശയങ്ങൾ, അവയുടെ പരിണിത ഫലങ്ങൾ എന്നതൊക്കെ കൊണ്ട് രസകരമായി തന്നെ നമുക്ക് ഈ ഒരു പുസ്തകത്തെ വായിച്ചെടുക്കാവുന്നതാണ്. ചിന്തയ്ക്കൊപ്പം ചിരിയും നൽകുന്ന ഈ ഒരു പുസ്തകം വേഷവിധാനം കൊണ്ടും എടുത്താൽ പൊങ്ങാത്ത വാക്കുകൾ കൊണ്ടും സമകാലിക പുസ്തക ലോകത്ത് പ്രഹസനങ്ങൾ തീർക്കുന്ന ഒരു പറ്റം ആൾക്കാരെ വിമർശിക്കുവാനായിട്ട് ബിനോയ് തോമസ് ഉപയോഗിക്കുന്നുണ്ട്. തന്റെ സിനിമാറ്റിക് ഭാഷാ ശൈലി കൊണ്ട് നല്ലൊരു അനുഭവം തന്നെയാണ് ബിനോയ് തോമസ് നമുക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത്. കരിക്കോട്ടക്കരിയുടെ എഴുത്തുകാരന്റെ ഈ പുസ്തകത്തിലേക്ക് ഏവരെയും ക്ഷണിച്ചുകൊണ്ട് നല്ലൊരു വായന ആശംസിക്കുന്നു. നന്ദി.